നമ്മൾ ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് കൊറോഷൻ തിയറി ആയിരുന്നു. അതിൽ ആസിഡ് കൊറോഷൻ തിയറിയും പറഞ്ഞു, പിന്നെ ഡ്രൈ കൊറോഷൻ തിയറി ഓർ കെമിക്കൽ കൊറോഷൻ തിയറി പറഞ്ഞു. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചോ. എന്താണ് കൊറോഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഡിസ്ട്രക്ഷൻ ആണ്. ആസിഡ് തിയറിയിൽ പറയുന്നത് പിന്നെ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആസിഡ് സറൗണ്ടിങ് ഇറ്റ് ആണ്. അത് corroded by atmospheric carbon dioxide, മോയ്സ്ചറും ഓക്സിജനും ഒക്കെ പ്രസന്റ് ആണെങ്കിൽ അതിലെ മെക്കാനിസം ഇങ്ങനെയാവാന്നുള്ള രീതിയിൽ അയണിന്റെ വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഡ്രൈ കൊറോഷൻ ഓർ കെമിക്കൽ കൊറോഷൻ ആണ്. ഇത് 3 ടൈപ്സ് ആയിട്ട് പറയാം. ഓക്സിഡേഷൻ കൊറോഷൻ, കൊറോഷൻ ബൈ അതർ ഗ്യാസ്, ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. അതിൽ ഓക്സിഡേഷൻ കൊറോഷൻ എന്ന് പറയുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇതാണ് അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, ഓക്സൈഡ് ലെയർ ഫോർമേഷൻ നടക്കുന്നത്. ഇതാണ് മെക്കാനിസം. ഓക്സൈഡ് ലെയർ ഫോർമേഷൻ നടക്കുന്നത്. ആ ഓക്സൈഡ് ലെയറിന്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചാണ് ഫർദർ കൊറോഷൻ നടക്കുന്നത്. അത് 3 ടൈപ്പ് പറഞ്ഞത്. 4 ടൈപ്പ് പറഞ്ഞത് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, പോറസ്, വോളറ്റൈൽ. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റിനെ അനുസരിച്ചിട്ട് ഒരു റൂളുണ്ട്, ഫില്ലിംഗ് ബെഡ് ബർത്ത് റൂള്. ആ റൂൾ എന്താണ് പറഞ്ഞത് എന്നുള്ളതും പറഞ്ഞു. ഇനി നെക്സ്റ്റ് കൊറോഷൻ ബൈ അതർ ഗ്യാസസ്. അതിൽ ക്ലോറിൻ ഗ്യാസിന്റെ പറഞ്ഞു, H2S ഗ്യാസിന്റെ പറഞ്ഞു, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഹൈ ടെമ്പറേച്ചർ നടക്കുന്ന പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. ലിക്വിഡ് മെറ്റൽ കൊറോഷന്റെ കാര്യം പറഞ്ഞ് അത് ഹൈ ടെമ്പറേച്ചറിൽ ആണ് നടക്കുന്നത്. ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ വെക്ടർ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ. അതിൽ മുന്നേ പറഞ്ഞതെല്ലാം എന്താണ്, കെമിക്കൽ തിയറിയാണ്. ഇത് ഇലക്ട്രോകെമിക്കൽ തിയറി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ഇറ്റ് ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് കൊറോഷൻ ഓഫ് മെറ്റൽ ഇൻ അക്വസ് കൊറോസീവ് environment. This type of corrosion occurs when the metal comes in contact with a conducting liquid or when two dissimilar metals are immersed in or partially dipped in solution. 3 types ആണ് പറഞ്ഞത്. മെറ്റൽസ് കണ്ടക്ടിങ് ലിക്വിഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 2 ഡിസിമിലർ മെറ്റൽസ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിപ്ഡ് പാർഷ്യലി മെറ്റൽസ് immersed in a solution or dipped in a partially dipped in a solution. According to this theory, there is a formation of galvanic cell ആണ്. ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ ഫോർമേഷൻ നടക്കുന്നുണ്ട്. സം പാർട്ട് ഓഫ് മെറ്റൽ ആക്ട് ആസ് എൻ ആനോഡും അതർ വൺ ഈസ് ആക്ട് ആസ് എ കാത്തോഡുമാണ്. കെമിക്കൽ ഇൻ ദ എൻവയോൺമെന്റ് ഹ്യൂമിഡിറ്റി ആക്ട് ആസ് എൻ ഇലക്ട്രോലൈറ്റ്. ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോകെമിക്കൽ കൊറോഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ. എന്താണ് ആ ഇലക്ട്രോകെമിക്കൽ തിയറി കൊറോഷൻ നടക്കണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 4 ഫാക്ടേഴ്സും നമ്മൾ പറഞ്ഞത് ഇവിടെ ഒന്ന് ഓർക്കണം. ഓക്സിഡേഷൻ ഓഫ് ആനോഡിക് പാർട്സ് ആൻഡ് ടേക്ക് പ്ലേസ്. ഓക്സിഡേഷൻ ഓഫ് ആനോഡിക് പാർട്ട് ടേക്ക് പ്ലേസ് ആൻഡ് ഇറ്റ് റിസൾട്ട് കൊറോഷൻ. ആനോഡിക് പാർട്ടിലാണ് കൂടുതൽ കൊറോഷൻ നടക്കുക എന്ന് പറഞ്ഞത്. കൊറോഷൻ പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ഓൺ ദി സർഫസ് ഓഫ് മെറ്റൽ ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാത്തോഡ്. അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇത്. വെറ്റ് കൊറോഷൻ ഓർ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ. കണ്ടക്ടിങ് ഇലക്ട്രോലൈറ്റ് കോണ്ടാക്ട് വിത്ത് മെറ്റൽ ആയിരിക്കണം. 2 ഡിസിമിലർ മെറ്റൽസ് ആർ പാർഷ്യലി ഡിപ്ഡ് ഇൻ ദി ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ ഫോർമേഷൻ ചെയ്യും. ഇൻ ആനോഡിക് ഏരിയയിൽ എന്ത് സംഭവിക്കും, ഓക്സിഡേഷൻ നടക്കും. ഇൻ കാഥോഡിക് ഏരിയയിൽ ഓക്സിഡേഷൻ നടക്കുന്നത് നമുക്കറിയാം, ഇലക്ട്രോൺ റിലീസിങ് നടക്കും. M2++2 ഇലക്ട്രോൺ ആവും. ഇൻ കാഥോഡിക് ഏരിയയിൽ നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ആർ ഇൻ 2 ടൈപ്പ് ഉണ്ട്. ഹൈഡ്രജൻ ഇവല്യൂഷൻ മെക്കാനിസം, ഓക്സിജൻ അബ്സോർപ്ഷൻ മെക്കാനിസം. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എവല്യൂഷൻ മെക്കാനിസത്തിൽ പറയുന്നത് when the conduction mechanism is highly acidic or completely when the conduction medium is highly acidic or completely free from the dissolved oxygen, hydrogen evolution take place. The dissolved oxygen ഇല്ലെങ്കിലും conduction medium is highly acidic ആണെങ്കിലാണ് ഈ hydrogen evolution reaction നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താ പറയാം, അയൺ മെറ്റൽ H+ industrial weight H+ ion undergoes this type of corrosion. Iron metal by industrial waste containing H+ ion undergoes this type of corrosion. ഇതിൽ ആനോഡ് പൊസസ് ലാർജ് സർഫസ് ഏരിയ ആയിരിക്കും, ലെസ് കാഥോഡ് ഏരിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് പറയാം, ആനോഡിന്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ കുറച്ച്, കാഥോഡിന്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആനോഡ് കൊറോഷൻ കൂടും. കാരണം അസംഷൻ ഓഫ് ഇലക്ട്രോൺസ്, പിന്നെ കൺസംഷൻ ഓഫ് ഇലക്ട്രോൺസ് കൂടും. സോ കാഥോഡ് ഏരിയന്റെ വലിപ്പം കൂടുമ്പോൾ ആനോഡിക് കൊറോഷൻ
കൂടുന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഹൈഡ്രജൻ ഇവല്യൂഷൻ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ മെക്കാനിക്സാണ് ഇവിടെ പറയുന്നത്. അയൺ അറ്റ് ആനോഡിൽ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ അയൺ എന്ത് മാറും? Fe2+ഉം 2 ഇലക്ട്രോൺ. അറ്റ് കാഥോഡിൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ഇവല്യൂഷൻ ആണ് നടക്കുന്നത്. അത് 2H+ഉം ഈ 2 ഇലക്ട്രോണും കൂടെ ചേർന്ന് എന്ത് സംഭവിക്കും? അതായത് ആസിഡിന്റെ പ്രസൻസിൽ H+ ഉണ്ടാകണമെങ്കിൽ ആസിഡിക് കണ്ടീഷനിലായിരിക്കണം അല്ലേ. സോ ദാറ്റ് വിൽ ഹൈഡ്രജൻ എവല്യൂഷൻ നടക്കും. ഇതാണ് ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി oxygen absorption mechanism എന്ന് പറയുന്നത് this type of mechanism take place when the base metal are in contact with neutral solution like H2O with the dissolved oxygen. മറ്റൊരിടത്തിൽ എന്താണ്? acidic solution in the absence of oxygen ആണ്. ഇവിടെ എന്താണ്? dissolved oxygen പ്രസൻസിൽ ന്യൂട്രൽ കണ്ടീഷനിലാണ് ഈ ഒരു ഓക്സിജൻ അബ്സോർപ്ഷൻ മെക്കാനിസം നടക്കുന്നത്. ഓൾറെഡി പെയിന്റ് കോട്ടഡ് പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട് കോട്ട് ചെയ്ത് അതിലേക്ക് പിന്നെ ഏതെങ്കിലും ഒരു ക്രാക്ക് ഒക്കെ വരുമ്പോൾ അവിടെ ഓക്സിജന്റെ പ്രസൻസിൽ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന കൊറോഷനാണ്. ദ ലിബറേറ്റഡ് ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രം ദ ആനോഡ് ടു കാത്തോഡ് ത്രൂ ദി മെറ്റൽ ആൻഡ് ആക്സെപ്റ്റഡ് അലോങ് ദ ഇലക്ട്രോലൈറ്റ് ഓക്സിജൻ എത്തി കാത്തോഡ്. അതിന്റെ റിയാക്ഷൻ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് അയൺ എന്താ വെച്ചാൽ ഓൾറെഡി ഉണ്ടാകുന്ന പോലെ തന്നെ എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ നടക്കും. പിന്നെ ആനോഡിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയുള്ള ഓക്സിജന്റെ പ്രസൻസിൽ അത് OH- ആയിട്ട് മാറും. ഫോർ ഓവറോൾ റിയാക്ഷൻ ഫെറസ് ഹൈഡ്രോക്സൈഡ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇനഫ് ഓക്സിജൻ പ്രസന്റ് ആണെങ്കിൽ ഈ ഫെറസ് ഹൈഡ്രോക്സൈഡ് എന്തായിട്ട് മാറും? ഫെറിക് ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് മാറും. ഫെറിക് ഹൈഡ്രോക്സൈഡ്സ് ആണ് റസ്റ്റ് എന്ന് പറയുന്നത്. ഫെറിക് ഹൈഡ്രോക്സൈഡ് അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ എവല്യൂഷനിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് ആണ് എന്നുവെച്ചാൽ അവിടെ ഹൈഡ്രജൻ എവല്യൂഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ എന്തായിട്ട് മാറും? അത് ആ ഒരു അയൺ എന്തായിട്ടാണ് മാറുന്നത്? ഫെറസ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ആ ഫെറസ് ഹൈഡ്രോക്സൈഡ് പിന്നെ ഓക്സിജൻ പ്രസൻസ് ആണെങ്കിൽ ഫെറിക് ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് മാറും. ഇതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതിൽ വെറ്റ് കൊറോഷൻ മെക്കാനിസം ഓർ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ മെക്കാനിസം. ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ മെക്കാനിസം ഉണ്ടാകുന്ന അവിടെ ഇലക്ട്രോകെമിക്കൽ സെൽ ഫോർമേഷൻ നടക്കും. അപ്പം ആനോഡിൽ ഓക്സിഡേഷൻ കാഥോഡിൽ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്സ് നടക്കാം. ഒന്ന് ഹൈഡ്രജൻ ഇവല്യൂഷൻ മെക്കാനിസം ആയിരിക്കും, അല്ലെങ്കിൽ ഓക്സിജൻ അബ്സോർപ്ഷൻ മെക്കാനിസം. ഹൈഡ്രജൻ ഇവല്യൂഷൻ മെക്കാനിസം നടക്കുന്ന അസിഡിക് മീഡിയയിലാണ്. ഓക്സിജൻ ഇവല്യൂഷൻ മെക്കാനിസം നടക്കുന്ന ന്യൂട്രൽ മീഡിയ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്, ഡൈ കൊറോഷൻ്റെയും വെറ്റ് കൊറോഷൻ്റെയും ഡിഫറൻസ് നോക്കാം. കൊറോഷൻ ഒക്കേഴ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ ആണ് ഇത് ഡ്രൈ കൊറോഷൻ. വെറ്റ് കൊറോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ ദ പ്രസൻസ് ഓഫ് കണ്ടക്ടിങ് മീഡിയ ആണ്. ഡയറക്റ്റ് അറ്റാക്ക് ഓഫ് കെമിക്കൽ ഓൺ ദ സർഫസ് ആണ് ഡ്രൈ കൊറോഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ സെല്ലാണ് വെറ്റ് കൊറോഷൻ എന്ന് പറയുന്നത്. ഡ്രൈ കൊറോഷൻ പ്രോസസ് ഇസ് സ്ലോ ആണ്. വെറ്റ് കൊറോഷൻ ഇസ് റാപ്പിഡ് ആണ്. കൊറോഷൻ പ്രോഡക്റ്റ് ആർ ഫോംഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ കൊറോഷൻ ആണ്. ഇവിടെ എന്താണ്? ആനോഡ് ബട്ട് റെസ്റ്റ് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. ആനോഡിലാണ് നടക്കുന്നത്, പക്ഷെങ്കിൽ റെസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാഥോഡ്. അത് അറിയാമല്ലേ? ഹൈഡ്രജൻ ഇവല്യൂഷനോ അതൊക്കെ എന്താണ് എല്ലാം നടക്കുന്നത് എവിടെയാണ്? കാഥോഡിൽ. അവിടെയാണ് റെസ്റ്റ് ഫോർമേഷൻ നടക്കുന്നത്. പിന്നെ ദ പ്രോസസ് ഓഫ് കൊറോഷൻ യൂണിഫോം ആണ് ഡ്രൈ കൊറോഷനിൽ. ഇത് എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ ആനോഡിക് പാർട്ട് ഓഫ് ദി മെറ്റൽ ആണ്. ഒന്നും കൂടെ ഡിഫറൻസ് നമുക്ക് ഒന്നും കൂടെ നോക്കിക്കളയാം. It occurs in a dry state and dry corrosion it goes in the moisture or electrolyte. It follows the absorption mechanism ആണ്. It follows the mechanism of electrochemical reaction ആണ്. Corrosion product accumulated on the same spot where corrosion occurs. പക്ഷേ ഇവിടെ എന്താണ്? corrosion occurs at the anode while product gather at cathode ആണ്. Uniform corrosion behavior ആണ്. Either the whole surface of the metal in contact with medium corrodes. പക്ഷേ ഇവിടെ എന്താണ്? ലോക്കലൈസ്ഡ് കൊറോഷൻ ആണ്. വൺ മെറ്റൽ സർഫസ് അലോൺ ഈസ് കൊറോഡിങ് ഈവൻ though both metals are in contact with the medium. Only heat evolution can be observed due to electron flow from the site of oxidation to site of reduction. Current flow can be observed. ഇവിടെ heat evolution ആണ്, ഇവിടെ current flow ഉണ്ടാകുന്നുണ്ട്. Okay, thank you.